വിശദാംശങ്ങളിലേക്ക് കടക്കാം. വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം 297 200-ലധികം പേർ ഇനിയും കാണാമറയത്താണ്. ഇന്നത്തെ തെരച്ചിൽ താൽക്കാലികമായി അവസാനിപ്പിച്ചു. മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും തെരച്ചിലാണ് നിർത്തിയത്. ചാലിയാറിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തി. ചൂരൽമലയിൽ ബെയിലി പാലത്തിന് നിർമ്മാണം പൂർത്തിയായി. നമുക്ക് ആ പാലത്തിന്റെ ദൃശ്യങ്ങളിലേക്കും മറ്റും പോകാം. അല്പം മുമ്പാണ് പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായത്. സൈനിക വാഹനം അതുവഴി ഓടിച്ച് ബലപരീക്ഷണം നടത്തി. എന്തായാലും ഈ ഒരു ബെയിലി പാലം നിർമ്മിച്ചതോടുകൂടി രക്ഷാദൗത്യം കൂടുതൽ എളുപ്പമാകും. രണ്ട് കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുകയാണ് ഈ ഒരു ബെയിലി പാലം. സൈന്യത്തിന്റെ വളരെ ക്രിയാത്മകമായ ഒരു ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നു. തൽക്കാലത്തേക്ക് ഇന്നത്തേക്ക് തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. സൈനികർ തങ്ങളുടെ വിജയാഹ്ലാദം മുഴക്കുകയാണ് അവിടെ. എന്തായാലും വളരെ ശ്രമകരമായൊരു ദൗത്യം, ഇന്നലെ ആരംഭിച്ച ദൗത്യം ഇന്ന് വൈകുന്നേരത്തോടെ പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിലും ധീരതയിലുമാണ് സൈന്യമുള്ളത്. തീർത്തും അഭിമാനമുയർത്തുന്ന ഒരു നിമിഷമാണ് ഇത്. സൈന്യത്തിന്റെ ഇടപെടൽ, രാജ്യത്തിന്റെ സൈന്യം ഏതൊക്കെ മേഖലകളിൽ പ്രവർത്തിക്കുന്നു എന്നത് നമുക്ക് സുവ്യക്തമാണ്. ഇപ്പോൾ ഈ ഒരു ബെയിലി പാലത്തിന്റെ നിർമ്മാണവും അവർ പൂർത്തിയാക്കിയിരിക്കുന്നു. തീർച്ചയായും ശാശ്വതമായ എന്നേക്കുമുള്ളൊരു പാലമായി കരുതാനാവില്ല അവിടെ. പക്ഷേ മറ്റൊരു പാലം ഉണ്ടാകും വരെ ഈ ബെയിലി പാലം അവിടെ തുടരും എന്നാണ്. അത് കഴിഞ്ഞിട്ടേ അത് അഴിച്ചു മാറ്റുകയുള്ളൂ എന്നാണ് സൈന്യം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കാരണം ചൂരൽമല മുണ്ടക്കൈ കരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഈ പാലം ഉപയോഗിച്ച് വലിയ ടാങ്കുകൾ വരെ മറുകര കടത്താനാവും. അതാണ് ഈ ഒരു പാലത്തിന്റെ പ്രത്യേകത. വലിയ ലോറികളും മറ്റു വാഹനങ്ങളും ഉൾപ്പെടെ കടത്താൻ മറുകരയിൽ എത്തിക്കാനാകും. ഗതാഗതം സുഗമമാകും. അതുകൊണ്ട് തന്നെ ഈ പ്രദേശങ്ങളെ സംബന്ധിച്ച് ഇനിയും ഈ ഉരുൾപൊട്ടലിൽ പെട്ടവർ ജീവനോടെ ഉള്ളവരെയെല്ലാം രക്ഷാസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനി അവരുടെ പുനരധിവാസം ഉറപ്പാക്കണം. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി കാണേണ്ടത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തു. മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു ഇന്ന് വയനാട്. ദുരന്ത മേഖലയും അതുപോലെ ആശുപത്രിയും മറ്റിടങ്ങളുമൊക്കെ അദ്ദേഹം സന്ദർശിച്ചു. പുനരധിവാസം ഉറപ്പാക്കും എന്നുള്ള തീരുമാനമെടുത്താണ് സർവകക്ഷി യോഗവും പിരിഞ്ഞത്. ഇപ്പോൾ അടിയന്തര പ്രാധാന്യത്തോടെ രക്ഷാപ്രവർത്തനം ഇന്നത്തേക്ക് നിർത്തിവച്ചിരിക്കുന്നു. ശ്രമകരമായ ദൗത്യം ഇനിയും തുടരും. ഇനിയും കണ്ടെത്താനുള്ളത് മൃതദേഹാവശിഷ്ടങ്ങളാണ്. 200-ലധികം പേരെയാണ് ഇതിനോടകം കാണാതായതായി കണക്കുകൾ രേഖപ്പെടുത്തുന്നത്. അവരെ കണ്ടെത്തുകയാണ് ഇനിയുള്ള ശ്രമകരമായ ദൗത്യം. മണ്ണിനടിയിൽപ്പെട്ടവരാകാം, വലിയ പാറക്കല്ലിൽ അല്ലെങ്കിൽ വീടിന്റെ അവശിഷ്ടങ്ങളിലൊക്കെ വീണുപോയവരാകാം, മൂടിപ്പോയവരാകാം ഉള്ളവർ. മൃതദേഹാവശിഷ്ടങ്ങളും മൃതദേഹങ്ങളും കണ്ടെത്തുകയാണ് ഇനിയുള്ള പ്രധാനപ്പെട്ട ജോലി.